സ്മാർട്ട് ടി വിയിലുള്ള എല്ലാ ഓപ്ഷനുകളും അതിൻ്റെ നാലിലൊന്നു പോലും ചിലവില്ലാതെ ബിഗ് സ്ക്രീനിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ വലിയ കാശൊക്കെ കൊടുത്തിട്ട് സ്മാർട്ട് ടി വികൾ വാങ്ങണം? അത്തരത്തിലുള്ള ഒരു കിഡിലൻ പ്രോഡക്റ്റാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 200 ഇഞ്ച് വരെ HD ക്ലാരിറ്റിയിൽ കാണാവുന്ന ഒരു അടിപൊളി ഐറ്റം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. സ്ക്രീൻ മിററിങ്ങും വൈഫൈയും എല്ലാമുള്ള ഒരു അടിപൊളി പ്രൊജക്ടർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പലരും ഇതിനേക്കാൾ കുറച്ചുകൂടി ഓപ്ഷനൊക്കെ ഉള്ള സ്മാർട്ടായിട്ടുള്ള ഒരു പ്രൊജക്ടർ കൂടി കാണിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രൊജക്ടർ കാണിക്കുന്നത്. ഇത് പോർട്ടബിൾ LED പ്രൊജക്ടറാണ്. ഇത് നല്ല അടിപൊളി വർക്കിംഗ് തന്നെയാണ്. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഇനി ഈ HD LED പ്രൊജക്ടറിൻ്റെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൂടെ കാണാവുന്നതാണ്. ഈ ബോക്സിനകത്ത് വളരെ നന്നായിട്ട് തന്നെയാണ് ഈ പ്രൊജക്ടർ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. എയറൊക്കെ ഫില്ല് ചെയ്ത ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താണ് പ്രൊജക്ടർ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബോക്സ് കൂടിയുണ്ട്. ആ ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഈ പ്രൊജക്ടർ കൺട്രോൾ ചെയ്യുവാനുള്ള റിമോട്ട് കൺട്രോളറും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പവർ കേബിള്, അതുപോലെ ഇതിലേക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യുവാനുള്ള AV കേബിൾ എന്നിവയാണ് ഈ ബോക്സിനകത്തുള്ളത്. ഇവയൊക്കെ കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു സ്ക്രൂ കൂടി നിങ്ങൾക്കിവിടെ കാണാം. ആ സ്ക്രൂ ഉപയോഗിക്കുന്നത് ഇത് നമുക്കൊരു ട്രൈപോഡിലോ മറ്റോ ഒക്കെ മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ത്രെഡ് ഈ പ്രൊജക്ടറിലുണ്ട്. അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്രൂ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നന്നായി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊജക്ടർ പുറത്തേക്ക് എടുക്കാം. നിങ്ങൾക്കൂടെ കാണാം ഈ പ്രൊജക്ടർ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് കൂടി നിങ്ങൾക്കൂടെ കാണാം. ഇത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. ഈ പ്രൊജക്ടർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ വിശദമായിട്ട് ഇംഗ്ലീഷിലുള്ള ഈ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാഴ്ചക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ബട്ടണുകൾ വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന റിമോട്ട് കൺട്രോളിന് പുറമെ ഇതിലുള്ള ബട്ടണുകൾ ഉപയോഗിച്ചിട്ടും ഇതിലുള്ള ഫംഗ്ഷനുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെൻസിന് പരിക്ക് പറ്റാതിരിക്കാൻ വെച്ചിരിക്കുന്ന ഈ മൂടി എടുത്ത് ഒഴിവാക്കിയതിനു ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ ഫോക്കസ് കൺട്രോൾ ഉള്ളത്. അതുപോലെ തന്നെ കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റും അതിന് മുകളിൽ തന്നെയാണുള്ളത്. ഈ പ്രൊജക്ടർ നമ്മളൊരിടത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ കാണുന്ന വീഡിയോയുടെ വ്യക്തത ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോക്കസ് കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ കീ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോക്കസ് ക്രമീകരിക്കാൻ പറ്റും. നമ്മൾ ഈ പ്രൊജക്ടർ സ്ഥാപിക്കുമ്പോൾ ഈ സ്ക്രീനിൻ്റെ കൃത്യം നടുവിൽ തന്നെ വരുന്ന രീതിയിൽ സ്ഥാപിക്കാൻ എല്ലായിടത്തും സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും കുറച്ച് ചെരിവായിട്ടൊക്കെ ആയിരിക്കും ഈ പ്രൊജക്ടർ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉയരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് താഴ്ചയിലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സ്ക്രീനിൽ ഉണ്ടാവുന്ന കോണായിട്ടൊക്കെ നിൽക്കുന്ന വീഡിയോ നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലുള്ള കീസ്റ്റോൺ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. അതുപയോഗിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന വീഡിയോയുടെ ഷേപ്പ് നമുക്ക് ക്രമീകരിക്കാനാവും. ഈ പ്രൊജക്ടറിൻ്റെ താഴെയുള്ള ലേബലുകളിൽ ഒരു ബാർകോഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റും പിന്നെ ഒരു ലേബലിൽ എഴുതിയിരിക്കുന്നത് ഇത് 100 വോൾട്ട് മുതൽ 240 വോൾട്ട് വരെ AC-യിലാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ്. ഈ പ്രൊജക്ടറിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ പോർട്ടുകൾ ഉള്ളത്. ഇതിലേക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ AV ഇൻപുട്ട് കൊടുക്കുന്നതിനും 2 USB പോർട്ടുകളും ഒരു HDMI പോർട്ടും ഒരു VGA പോർട്ടുമാണ് ഇതിലുള്ളത്. ഇനി ഇതിൻ്റെ പുറകുവശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. പുറകുവശത്താണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് പവർ ഇൻപുട്ട് കൊടുക്കുവാനുള്ള പവർ ഇൻപുട്ട് സോക്കറ്റും പുറകുവശത്താണുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്റ്റീരിയോ ടു 3RCA സോക്കറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് AV ഇൻപുട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ AV എന്ന് എഴുതിയിരിക്കുന്ന സോക്കറ്റിലേക്ക് ഇതുപോലെ സ്റ്റീരിയോ പിൻ കണക്ട് ചെയ്ത് വെക്കുക. ഇനി ഇതിലുള്ള 3RCA സോക്കറ്റിലേക്ക് സാധാരണ 3RCA AV കേബിൾ ഉപയോഗിച്ചിട്ട് സെറ്റ് ഓഫ് ബോക്സിൽ നിന്നോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളിൽ നിന്നോ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഇതിലുള്ള ചെറിയ സ്പീക്കറിലൂടെ കേൾക്കുന്ന ശബ്ദം നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഇതിലെ ഹെഡ്ഫോൺ സോക്കറ്റിലേക്ക് സാധാരണ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് ഹെഡ്ഫോൺ വഴി കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് ഓക്സിലറി കേബിൾ വഴി കണക്ട് ചെയ്ത് സൗണ്ട് സിസ്റ്റം വഴിയും നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് പവർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഫിലിപ്സ് ടൈപ്പ് AC കോഡാണ്. അത് ഇതിൻ്റെ സോക്കറ്റിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരിട്ട് തന്നെ നമ്മുടെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിലൊരു സ്റ്റാൻഡ് ബൈ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പവർ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഓൺ ആവുന്നതാണ്. ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ ആണുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യാൻ പോവുകയാണ്. പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ സ്റ്റാൻഡ് ബൈ ഇൻഡിക്കേറ്റർ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ലെൻസിലൂടെ സ്ക്രീനിലേക്കുള്ള വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്.
ഇനി നമുക്ക് ഇത് സ്ക്രീനിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്ന പ്രകാശം നമ്മുടെ സ്ക്രീനിൽ തട്ടുകയും അതിലൂടെ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇതിലുള്ള ബട്ടണുകളിലുള്ള എല്ലാ ഫംഗ്ഷനുകളും ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടും നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ ട്രൈപോഡിൽ മൗണ്ട് ചെയ്യാനുള്ള ഹോളുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രൈപോഡിൽ മൗണ്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ സീലിങ്ങിലൊക്കെ ഫിറ്റ് ചെയ്യാനും അതേ സ്ക്രൂ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രൊജക്ടർ ഏകദേശം ഉയരമൊക്കെ ക്രമീകരിച്ച് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതിന് പറ്റിയ സ്ക്രീനൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന വെള്ള ചുമരാണ് നമ്മൾ സ്ക്രീനായിട്ട് ഉപയോഗിക്കുന്നത്. സ്ക്രീനായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിനടുത്തുള്ള ലൈറ്റുകളൊക്കെ ഓഫാക്കിയിട്ട് ഇവിടെ ഇരുട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മളെ പ്രൊജക്ടറിൽ നിന്നുള്ള ഹോം സ്ക്രീനാണ് ഇതിൽ കാണുന്നത്. നല്ല തെളിച്ചത്തിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 150 ഇഞ്ചോളം വലുപ്പത്തിലാണ് നമ്മൾ സ്ക്രീന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഓരോ ഓപ്ഷനുകളും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് വേണ്ട ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമുക്കിതിലേക്ക് വൈഫൈ കണക്ട് ചെയ്യണം. ഓൾറെഡി ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈഫൈ കണക്റ്റഡ് ആണ്. വൈഫൈ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ സ്മാർട്ട് ടി വി പോലെ ഓൺലൈനായിട്ട് വെബ്സൈറ്റുകൾ അതുപോലെ യൂട്യൂബൊക്കെ നേരിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലേക്ക് വൈഫൈ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പ്രൊജക്ടറിൻ്റെ വൈഫൈ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോണിലുള്ള കാസ്റ്റ് ഓപ്ഷൻ, അത് പല ഫോണിലും പല പേരിലായിരിക്കും ഉണ്ടാവുക. സ്ക്രീൻ കാസ്റ്റിംഗ് ഉണ്ടാവും. അത് ഓൺ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടറിൻ്റെ പേര് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ഫോണും പ്രൊജക്ടറുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഫോണിലുള്ള സ്ക്രീനാണ് കാണുന്നത്. ഇനി നമ്മൾ ഫോണിൽ കാണുന്നതെല്ലാം നമ്മുടെ ബിഗ് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഫോണിൽ കാണുന്ന വീഡിയോസും യൂട്യൂബും അതല്ല, ഇനി നമ്മൾ ഫോണിൽ എന്താണ് കാണുന്നത് അതെല്ലാം തന്നെ അതേപോലെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫോണിൽ കാണുന്ന യൂട്യൂബാണ് വളരെ വ്യക്തമായിട്ട് ബിഗ് സ്ക്രീനിൽ 150 ഇഞ്ച് സ്ക്രീൻ സൈസിൽ നമ്മൾ കാണുന്നത്. 3000 ലൂമൻ ലൈറ്റ് പവറുള്ള ഈ പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് വേറെയും ഓപ്ഷനുകളുണ്ട്. ആദ്യം നമ്മൾ പ്രൊജക്ടർ സ്ഥലം ക്രമീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേ കൺട്രോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ആവശ്യാനുസരണം ആദ്യം ക്രമീകരിച്ച് വെക്കുക. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, കളർ, ഷാർപ്പ്നെസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ ആപ്ലിക്കേഷനുകളും കമ്പനി തന്നെ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ യൂട്യൂബ്, ഗൂഗിൾ ക്രോം അതുപോലെ പ്ലേ സ്റ്റോർ എല്ലാം ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിന് പുറമെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ആപ്ലിക്കേഷനുകളെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം വന്നേക്കാവുന്ന മറ്റൊരു സെറ്റിംഗ്, നമ്മൾ ഈ സ്ക്രീന് ചിലപ്പോൾ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്നായിരിക്കും പ്രൊജക്ടർ വെക്കുന്നത്, അല്ലെങ്കിൽ പുറകിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സീലിങ്ങിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്യാവുന്ന ഇതിൽ ഫ്ലിപ്പ് മോഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ സ്ക്രീനിനെ നേരെ തലകുത്തനെ വെക്കാനും അതുപോലെ പുറകിൽ നിന്ന് അടിക്കുമ്പോഴും അങ്ങനെ പല ഓപ്ഷനുകളിലാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന വിലക്കനുസരിച്ചുള്ള ബിൽഡ് ക്വാളിറ്റിയും പെർഫോമൻസും എല്ലാം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിച്ചത്. ഇതിന് എനിക്ക് വില വന്നിരിക്കുന്നത് 9500 രൂപയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വില കുറഞ്ഞ മറ്റൊരു ഐറ്റം കൂടി എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അത് നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്